റേഷൻ കാർഡില്ലാത്ത 2 കുടുംബങ്ങൾക്ക് PS സുബാൽ MLAയുടെ ഇടപെടലിൽ കാർഡ് ലഭിച്ചു. അഞ്ചൽ ചൂരക്കുളം സ്വദേശികൾക്കാണ് കാർഡ് ലഭിച്ചത്. അഞ്ചൽ തഴമേൽ ചൂരക്കുളം സ്വദേശികളായ സരസ്വതി, രതി എന്നിവരുടെ കുടുംബങ്ങൾക്കാണ് റേഷൻ കാർഡ് ലഭിച്ചത്. ഇരുവരുടെയും ഭർത്താക്കന്മാർ രോഗികളാണ്. ആശുപത്രി ആവശ്യങ്ങൾക്ക് പോലും റേഷൻ കാർഡ് ഇല്ലാത്തതിനെ തുടർന്ന് ഇവർ ദുരിതത്തിലായിരുന്നു. PS സുബാൽ MLAയുടെ സഹായത്തോടെയാണ് 2 കുടുംബങ്ങൾക്കും റേഷൻ കാർഡ് ലഭിച്ചത്. അഞ്ചലത്തെ മൊയ്തയാണ്. ഞങ്ങൾക്ക് അവിടെ ചെന്നപ്പോൾ ചേട്ടന് വേണ്ടി ഒരു അപേക്ഷയ്ക്ക് പോയതാണ്, ആശുപത്രി സീലത്തേക്ക് പോയതാണ്. അന്നേരം ഞങ്ങൾ പറഞ്ഞ റേഷൻ കാർഡ് ഇല്ല, ഞങ്ങൾക്ക് തോന്നിയ നാളുകൊണ്ടേ കയറി ഇറങ്ങുക റേഷൻ കാർഡിന് വേണ്ടി. മൊയ്തു വണ്ണനാണ് ഞങ്ങൾക്ക് സഹായിച്ചത്. പിന്നെ പൊൻതുരുത്തി MLA കൂടെ ഞങ്ങൾക്ക് സഹായിച്ച് നന്ദിയുണ്ട്. ഭൂരഹിതയായ രതിക്ക് അഞ്ചൽ പഞ്ചായത്തിൽ നിന്നും 5 സെന്റ് വസ്തുവും ലഭിച്ചിട്ടുണ്ട്. ഇതിൽ ലൈഫ് പദ്ധതിയിൽ വീടിന് വേണ്ടി അപേക്ഷിക്കാനും റേഷൻ കാർഡ് വേണമായിരുന്നു. റേഷൻ കാർഡ് ലഭിച്ചതോടെ രതിക്ക് ലൈഫ് പദ്ധതിയിൽ വീടിനായി അപേക്ഷിക്കാം. മാമന് ഒരു 2-3 വർഷം കൊണ്ടേ സുഖമില്ലാത്ത ആളായിരുന്നു. അവർക്ക് സ്വന്തമായിട്ടൊരു വീടില്ല, ചികിത്സയ്ക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. മാമിക്ക് ജോലിയില്ല, മാമന് ജോലിക്ക് പോകാൻ പറ്റത്തില്ല. ഇപ്പം റേഷൻ കാർഡില്ലാതെ വളരെ ബുദ്ധിമുട്ടി. നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ചികിത്സാ കാർഡിനായാലും റേഷൻ കാർഡ് ഇല്ലാത്തതുകൊണ്ട് ഒന്നും നടക്കത്തില്ല എന്നാണ് അവർ പറഞ്ഞത്. അതിനുവേണ്ടി ഞങ്ങൾ മൊയ്തുവണ്ണനെ കണ്ട്, മൊയ്തുവണ്ണൻ വഴി പുനലൂർ MLA കാരണമാണ് ഞങ്ങൾക്ക് ഇപ്പോൾ ഇങ്ങനൊരു റേഷൻ കാർഡ് എൻ്റെ മാമിമാർക്ക് 2 പേർക്കും കിട്ടിയത്. 2 മാമന്മാർ സുഖമില്ലാത്തവരാണ്. മൊയ്തോണ്ണം വിചാരിച്ചുകൊണ്ട് MLA വഴി ഇപ്പം ഞങ്ങൾക്ക് ഈ റേഷൻ കാർഡ് 2 പേർക്കും കിട്ടി. സരസ്വതിക്കും രതിക്കും റേഷൻ കാർഡ് ലഭിച്ചതോടെ സർക്കാരിന്റെ വിവിധ സഹായങ്ങൾ ഇവർക്ക് ലഭ്യമാകും. അഞ്ചൽ പഞ്ചായത്തിലെ 13-ാം വാർഡിൽ ചൂരക്കുളത്ത് താമസിക്കുന്ന ഭവാൻ, സരസ്വതിയും രതിക്കും ഇതുവരെ റേഷൻ കാർഡ് ഇല്ല എന്നുള്ള വിവരം എന്നെ അറിയിക്കുകയും അതിനെ തുടർന്ന് നമ്മൾ ഈ വീട് സന്ദർശിക്കുകയും അവർക്ക് റേഷൻ കാർഡ് ഇല്ല എന്നുള്ള ഇത് മനസ്സിലാക്കിക്കൊണ്ട് റേഷൻ കാർഡിന് വേണ്ടി നമ്മൾ ഇടപെടുകയും പുനലൂർ MLA PS സുബാൽ അവരുടെയൊക്കെ വലിയ സഹായത്തോടു കൂടിയാണ് റേഷൻ കാർഡ് കിട്ടിയത്. കാരണം മറ്റൊന്നുമില്ല, ഇവർക്ക് റെസിഡൻസ് സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ വീട്ടു നമ്പരോ ഒന്നും ഇല്ലാത്തത് മൂലമാണ് നാളെ ഇതുവരെ ഇവർക്ക് റേഷൻ കാർഡ് എടുക്കാൻ പറ്റാഞ്ഞത്. അത് ഇവർ താമസിക്കുന്ന പറഞ്ഞ ഒരു കുടിലിനകത്താണ്. അതുകൊണ്ട് ഈ റേഷൻ കാർഡ് ഇല്ലാത്തതുകൊണ്ട് ലൈഫ് പദ്ധതിയിൽ വീടിന് വേണ്ടി അപേക്ഷിക്കാനോ ഒന്നും കഴിഞ്ഞിട്ടില്ല. ഈ രതി എന്ന് പറയുന്നവർക്ക് 14-ാം വാർഡിൽ 13 ഏത് വാർഡിലാണ് നിങ്ങൾക്ക്? 14-ാം വാർഡിൽ പഞ്ചായത്ത് തന്നെ 5 സെൻറ്റ് വസ്തു കൊടുത്തിട്ടുണ്ട്. റേഷൻ കാർഡ് ഇല്ലാത്തത് മൂലം ലൈഫ് പദ്ധതിയിൽ വീടിന് വേണ്ടി അപേക്ഷിക്കാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. അന്നേരം അത്തരത്തിലൊക്കെ ഇനി ഉപകാരമാവും ഈ റേഷൻ കാർഡ് അവർക്ക് 2 പേർക്കും കിട്ടിയതോടെ. ഇതിനെ സഹായിച്ച പുനലൂർ MLAക്ക് നന്ദി പറയുകയാണ്. പുനലൂർ MLA PS സുബാലിൻ്റെ ഓഫീസിൽ നിന്ന് വലിയൊരു സഹായം ലഭിച്ചതിനെ തുടർന്നാണ് ഈ കെട്ടിട നമ്പരും റെസിഡൻസ് സർട്ടിഫിക്കറ്റും ഇല്ലാത്ത സാഹചര്യത്തിൽ നമുക്ക് ഈ പാവങ്ങൾക്ക് പാവപ്പെട്ടവരെന്ന് തന്നെ പറയാം. കാരണം കുടിലാണ് കഴിഞ്ഞു വരുന്നത്, അന്തി ഉറങ്ങി വരുന്നത്. ഇവരുടെ വിവരം മാധ്യമപ്രവർത്തകനായ മൊയ്തു അഞ്ചലാണ് MLAയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ.